ഇന്ത്യ മുഴുവനും 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ നാം വന്നിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഈ സ്വാതന്ത്ര്യം. എത്രയോ മനുഷ്യരുടെ സമരമുഖങ്ങൾ, എത്രയോ വ്യഥകളിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നാം മനസ്സിലാക്കി മതിയാകുകയുള്ളൂ. അത് ചെറുതല്ല, അത് സഹനങ്ങളുടെ, വല്ലാത്ത ഒറ്റപ്പെടലുകളുടെ, തകർച്ചകളിലൂടെയൊക്കെയാണ് നമ്മെ ഇതിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിലയേറിയൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യേശുക്രിസ്തു നൽകിത്തരുന്ന സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതിൽ ഉറച്ചു നിൽപ്പീൻ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രിയരെ, 2024 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഈ ലോകത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ കെണികളിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടി വരുത്തി തന്ന് നമ്മെ വീണ്ടെടുത്ത യേശുവിൻ്റെ വിലയേറിയ രക്തം അതെന്നും എപ്പോഴും വിലയേറിയത് തന്നെയാണ്. നാം മറന്നു പോകരുത്. ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് വീണ്ടും മാനുഷിക അടിമത്തങ്ങളിലേക്ക് മാറാതെ ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിഞ്ഞ് അന്ത്യം വരെ നിൽക്കുവാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകി തരട്ടെ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും നുഖങ്ങളുണ്ടെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു വലിയ സ്വാതന്ത്ര്യം, വിലയേറിയ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.